ഏവർക്കും വിനീതമായ കൂപ്പുകൈ, വണക്കം, വെൽക്കം, നമസ്കാരം. ഈ വീഡിയോയിൽ എന്നെ വളരെയധികം ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇനി പറയാൻ പോകുന്ന കാര്യം അല്പം പക്വതയോടുകൂടെ മാത്രമേ നിങ്ങൾ സമീപിക്കാവൂ എന്ന ഒരഭ്യർത്ഥന എനിക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ പരാമർശിക്കാതെ ഒളിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നന്മയൊന്നുമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ആരും പറയാൻ കൂട്ടാക്കാത്ത ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നിങ്ങളുടെ പ്രതികരണത്തിൽ കൂടെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാമെന്ന ഒരു താല്പര്യത്തിലാണ് ഞാൻ ഇവ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും ഇവയെപ്പറ്റി ചിന്തിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. എന്താണ് എന്നെ ചിന്തിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യം? അത് മറ്റൊന്നുമല്ല, വളരെ ലളിതമാണ്. ഈ ലോകത്തിൽ ആരെയും അശ്ലീലം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ ആരെയും കള്ളം പറയാനോ മോഷ്ടിക്കുവാനോ മറ്റുള്ളവരെ വെറുക്കുവാനോ അല്ലെങ്കിൽ ആക്രമിക്കുവാനോ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ലൈംഗികമായ കാര്യങ്ങളും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം സ്വതസിദ്ധമായ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവിടെയുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് സ്വതസിദ്ധമായി നൈസർഗികമായി ദൈവികമായ കാര്യങ്ങളെ മനുഷ്യർക്ക് ബോധ്യമാകും എന്ന് നാം വിചാരിക്കാത്തത്? ഇത് എന്നെ അലട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. ക്രിസ്ത്യാനികൾ അതിനെ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള അറിവും ബോധവും പരിജ്ഞാനവും നൈസർഗികമായി മനുഷ്യരുടെ ഉള്ളിൽ ജനിക്കേണ്ടതല്ലയോ? കാരണം പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമെന്ന അടിത്തറയിലാണ് മനുഷ്യ ജീവിതം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. നാം ഇരിക്കുന്നതും ചരിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം ദൈവം എന്ന് പറയുന്ന ആ ഒരു അടിത്തറയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഭൂമിയിലാണ്. ഗോഡ് ഇൻ ഹും വി ലിവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് ആർ ബീയിങ്. അങ്ങനെയെങ്കിൽ ദൈവസങ്കല്പങ്ങൾ, ദൈവത്തെ സ്നേഹിക്കണം, ദൈവ സ്വഭാവത്തെ ആർജിക്കുവാൻ മനുഷ്യൻ കൂട്ടാക്കണം, നല്ല നല്ല പ്രവണതകൾ ഇവയൊക്കെയും ആർജിക്കണം. ഇത് നൈസർഗികമായി മനുഷ്യരുടെ ഉള്ളിൽ ജനിക്കേണ്ടതല്ലയോ? അല്ല, ഇത് ഞങ്ങൾ പഠിപ്പിച്ചാൽ മാത്രമേ ആളുകൾക്ക് മനസ്സിലാകുകയുള്ളൂ, ഞങ്ങൾ പറഞ്ഞാൽ മാത്രമേ ദൈവമുണ്ട് എന്ന് അവരറിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവനെയോ അവളെയോ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും എന്ന ധരിക്കുവാൻ ഉള്ള യുക്തി എന്താണ്? നമ്മൾ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന ഒരു ധാരണ, അതായത് ഞങ്ങൾ മുഖാന്തരമാണ് ദൈവം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ സ്ഥാനം പിടിക്കുന്നത്, ഞങ്ങളുടെ ജൽപ്പനങ്ങളില്ലെങ്കിൽ ആരും ദൈവത്തെ അറിയുമായിരുന്നില്ല, ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ ആർക്കും കഴിയുകയുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യരാശിയുടെ ഭാവി ആകമാനം നിയന്ത്രിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പരിപാടികൾ, അത് ഒരു 10-25 വർഷത്തേക്ക് അങ്ങ് നിർത്തിവെച്ചാൽ ലോകത്തിൽ ആരും ദൈവത്തെ അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുവാൻ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നാം ചരിത്രത്തിൽ കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോൾ ആരുടെ സംഘടിതമായ പ്രേരണയുടെ ഫലമായിട്ടാണ് മനുഷ്യർ
ദൈവം എന്ന ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് കണ്ടുപിടിച്ചത്. നമ്മുടെ ഇപ്പോഴത്തെ ധാരണയനുസരിച്ച് ഇപ്പോൾ സഭയിലെ മഹാന്മാരും നിരന്തരം പറഞ്ഞും ഉത്ബോധിപ്പിച്ചും കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തും മാത്രമേ അവർക്കറിയുവാൻ സാധ്യമുള്ളൂ. അവരുടെ വഴിക്ക് വിട്ടാൽ അവർക്കൊന്നും അറിയാൻ സാധ്യമല്ല, അവർ അന്ധകാരത്തിലായിപ്പോകും എന്ന് നാം വിശ്വസിക്കുന്നതിൽ കാമ്പുണ്ടെങ്കിൽ മനുഷ്യരൊരിക്കലും ദൈവത്തെ അറിയുമായിരുന്നില്ല. കാരണം ആരുടെയും സഹായം ഇല്ലാതെയാണ് മനുഷ്യർ ദൈവം എന്ന സങ്കല്പത്തിൽ എത്തിച്ചേർന്നത്. ഞാൻ കുറച്ചുകൂടെ കടുപ്പിച്ച് പറയട്ടെ, ആരുടെയും സഹായം ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രമാണ് മനുഷ്യർ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് നാം ഇപ്പോൾ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ സങ്കല്പങ്ങൾക്ക് അല്പം പോലും അടിത്തറയില്ല എന്ന ചരിത്ര സത്യം നാം മനസ്സിലാക്കണം. അശ്ലീലവും അക്രമവും മനുഷ്യ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനേക്കാൾ ആഴത്തിൽ ദൈവ സങ്കല്പങ്ങളും ദൈവികമായ പ്രവണതകളും ഒരു മനുഷ്യ വ്യക്തിത്വത്തിൽ, ഒരു മനുഷ്യൻ്റെ ഘടനയിലുണ്ട് എന്ന് നാം വിശ്വസിക്കണം. നമുക്കതിൽ വിശ്വാസമില്ല. വാസ്തവത്തിൽ മനുഷ്യനെ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതി വെക്കുന്നു. നാം വായിക്കുന്നുവെങ്കിലും അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലുമില്ല എന്നതിനകത്തെ യാഥാർത്ഥ്യം. കാരണം യഥാർത്ഥത്തിൽ നാം അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്ന ആശയം സ്വീകരിപ്പാൻ ആർക്കും പ്രയാസമുണ്ടാകുകയില്ല. ഓരോ വ്യക്തിയെയും അവനവൻ്റെ വിധത്തിൽ, അവളവളുടെ വിധത്തിൽ സൃഷ്ടികർത്താവായ ദൈവത്തെ അനുഭവിച്ച്, അന്വേഷിച്ച്, കണ്ടുപിടിച്ച് അതിൽ സന്തോഷിപ്പാനും അതിൻ്റെ നന്മയെ ജീവിതത്തിൽ അനുഭവിപ്പാനുമുള്ള സ്വാതന്ത്ര്യം നൽകി വിട്ടുകൊടുക്കുന്നതിൽ എന്തെങ്കിലും വലിയ അപകടമുണ്ടെന്ന് നമുക്ക് തോന്നുവാൻ കാര്യം, ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ലോകം നശിച്ചു പോകുമെന്ന മിഥ്യ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ കാര്യം, അങ്ങനെ വിശ്വസിക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പോലും ദൈവം മനുഷ്യരെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നത് മാത്രമാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു വീണ ശേഷം അമ്മയുടെ മുലപ്പാൽ കുടിക്കണമെന്ന് അതിനെ ആരും പഠിപ്പിക്കുന്നില്ല. ആ അറിവും കൊണ്ടാണ് ആ കുഞ്ഞ് വരുന്നത്. ഒരു കുഞ്ഞ് പിറന്നു വീണ ശേഷം ആദ്യത്തെ 2 വർഷം കൊണ്ട് ഒരു ഭാഷ പഠിക്കുന്നു. ആരും അതിനെ പഠിപ്പിക്കുന്നതല്ല. ഒരു കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ചേർന്നല്ല കുഞ്ഞൊരു ഭാഷ പഠിക്കും, മാതൃഭാഷ പഠിക്കുന്നത്. എത്ര മനോഹരമായത് പഠിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ബാഹ്യലോകത്തിലെ കാര്യങ്ങൾക്ക് ഇപ്രകാരമുള്ള അറിവ് പ്രാപിപ്പാൻ ഒരു കുഞ്ഞിന് കഴിയുമെങ്കിൽ ആരുടെ സഹായമൊന്നുമില്ലാതെ, നമുക്ക് കുറച്ച് മാതാപിതാക്കന്മാർ സഹായിക്കുന്നുണ്ടില്ലതല്ല, പക്ഷേ അതുകൊണ്ടല്ല ഒരു കുഞ്ഞ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ സാധ്യതകൾ സൃഷ്ടികർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ അടിസ്ഥാനപരമെന്ന് നാം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നുവെന്ന് നാം പറയുന്ന ദൈവമെന്ന അടിത്തറയിലാണ് മനുഷ്യജീവിതം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ സ്വതസിദ്ധമായി ദൈവികമായ അറിവുകൾ പ്രാപിപ്പാനും അപ്രകാരമുള്ള അഭിരുചികൾ വളർത്തിയെടുക്കുവാനും മനുഷ്യരെ നാം അനുവദിച്ചാൽ അവർക്കത് സാധിക്കും എന്ന കാര്യത്തിൽ നമുക്കെന്താണ് ഇത്ര സംശയം? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അശ്ലീലവും ലൈംഗികവും അക്രമവും ആരും പഠിപ്പിക്കാതെ മനുഷ്യരുടെ സ്വന്തം താല്പര്യത്തിൽ ആരുടെയും പരസഹായമില്ലാതെ വേണ്ടതുപോലെ ആളുകൾക്ക് മനസ്സിലാകുമെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവത്തെ മനസ്സിലാക്കാനും ദൈവികമായ കാര്യങ്ങൾ അറിയുവാനും മനുഷ്യർക്ക് ഞങ്ങൾ സഹായിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നാം നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? വാസ്തവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ദൈവത്തെ പറ്റിയുള്ള വളരെ വികൃതമായ, ഉപരിപ്ലവമായ, തികച്ചും അപഹാസ്യമായ ആശയങ്ങൾ, സത്യത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ ഈ ചപ്പും ചവറും പോലെ എൻ്റെ ഉള്ളിൽ മതപരമായ പരിശീലനം എന്ന് പറഞ്ഞ് നിക്ഷേപിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രമാത്രം അധപ്പതിച്ചു പോയതെന്നാണ് സത്യം. സത്യമായി നിങ്ങളോട് പറയുകയാണ്.
ദൈവം എന്നത് യേശുവിൻ്റെ ദർശനത്തിൽ കൂടെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ദൈവം എന്നത് അങ്ങ് ദൂരെ നിൽക്കുന്ന സങ്കല്പങ്ങളൊന്നുമല്ല. എൻ്റെ ശ്വാസത്തേക്കാൾ എന്നോട് അടുത്ത് നിൽക്കുന്നതാണ് ദൈവം. നമ്മുടെ ഉള്ളിലെ വെളിച്ചമാണ് അതിൻ്റെ തെളിവ്. നമുക്ക് ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിൻ്റെ ഏക കാരണം നമ്മുടെ ഹൃദയത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തത് തന്നെയാണ്. നമ്മുടെ കരളിനെ, നമ്മുടെ ശ്വാസകോശത്തെ, നമ്മുടെ പാൻക്രിയാസിനെ, ഗോൾ ബ്ലാഡറിനെ, കിഡ്നിയെ നമുക്ക് കാണാൻ വയ്യാത്തത് തന്നെയാണ്, നമ്മുടെ ഉള്ളിലായതുകൊണ്ടാണ്. പക്ഷേ അതുപോലും മനസ്സിലാക്കാൻ, അതുപോലും തിരിച്ചറിയുവാനുള്ള സാവകാശം ഈ മത കച്ചവടക്കാർ മനുഷ്യരെ അനുവദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം, ഏറ്റവും വലിയ ദുരന്തം അതാണ്. അതുകൊണ്ട് ആരും ദൈവത്തെ അറിയുന്നില്ല. മനുഷ്യരെല്ലാവരും എന്താണ്? മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന, മറ്റുള്ളവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചില ധാരണകൾ, കാലഹരണപ്പെട്ടു പോയ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാത്ത ചില ധാരണകൾ, ചില ഉച്ഛിഷ്ടങ്ങൾ, അതുമാത്രം ഉള്ളിൽ വഹിച്ചുകൊണ്ട് ആൾ നടക്കുകയാണ്. സ്വന്തമായി ചിന്തിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കാര്യവും ഉള്ളിൽ ഒരനുഗ്രഹമായി കൊണ്ട് അനുഭവിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഈ കാര്യം തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം വൈകിപ്പോയി. ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മതമാലിന്യങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടു പോകുകയില്ല. നമ്മളിപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ അത് ദഹിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മലിന വസ്തുക്കൾ, അമേദ്യം, അത് പോകാനുള്ള മാർഗമുണ്ട്. പക്ഷേ മതമാലിന്യം ഉള്ളിൽ കടന്നാൽ അത് വെളിയിലേക്ക് പോകാനുള്ള ആ മാർഗം ഇല്ല. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നാം വളർന്നു വരുന്ന ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന സങ്കല്പങ്ങൾ എന്താണ്, ആശയങ്ങൾ എന്താണ്, അവയെപ്പറ്റി നമുക്കൊരു ചുമതലബോധം ഉണ്ടാകണം. യാതൊരു ചിന്തയും വീണ്ടും വിചാരമില്ലാതെ. ആരാണ്ടൊക്കെ പറഞ്ഞത് കേട്ടു, ജാമ്പവൻ്റെ കാലത്ത് ചില കാര്യങ്ങൾ കേട്ടു. അത് വരുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾ, തലമുറകളിലേക്ക് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. മാന്യന്മാരായ ആളുകൾ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആരും കാണുന്നില്ല എന്ന് തോന്നിയിട്ട് കാറിൻ്റെ വിൻസ്ക്രീൻ താത്തിട്ട് അങ്ങോട്ട് മാലിന്യം വലിച്ചെറിയുന്നത് പോലെ. ഇതുകൊണ്ട് ആർക്കും വലിയ പ്രയോജനമൊന്നുമില്ല. വലിയ മതപരമായ പരിശീലനം കൊണ്ട് ആരെങ്കിലും ദൈവത്തോട് അടുക്കുന്നു എന്ന് വിചാരിക്കുന്നത് വലിയ മിഥ്യയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്, നിങ്ങൾ വ്യക്തിപരമായി അന്വേഷിച്ച് ദൈവത്തെ കണ്ടുപിടിച്ചാൽ, അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ നിങ്ങൾ വിശ്വാസികളായിത്തീരും. പരമ്പരാഗതമായ വിശ്വാസം എന്ന് പറയുന്നതാണ് ആരോ പണ്ടെങ്ങാണ്ട് പറഞ്ഞത്, ആരോ അറിഞ്ഞത്, അവർ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് നിങ്ങളിൽ വന്ന് മുട്ടിയതാണ്. അത് നിങ്ങളുടെ വിശ്വാസമാണെന്ന് പറയുന്ന ലോകത്തിലേക്കും വലിയ മിഥ്യയാണ്. നിങ്ങൾക്കതുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മതവും നമ്മുടെ ജീവിതവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാത്തത്. അതേസമയം നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു ആത്മീയ സത്യം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ആകമാനം ദീപ്തമാക്കും. അത് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന വലിയ സൂര്യപ്രകാശമായിരിക്കും. ആ ഒരവസ്ഥയിൽ നമുക്കായിത്തീരുവാൻ അവകാശമില്ലാതെ, സാവകാശമില്ലാതെ, അവസരമില്ലാതെ പോയത് ചെറുപ്പം മുതലേ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യവും അന്വേഷിച്ച് കണ്ടുപിടിക്കാതിരിക്കത്തക്കവണ്ണം അന്വേഷണത്തിൻ്റെ വാതിൽ കൊട്ടി അടച്ചത് കൊണ്ടാണ്. ഇതൊക്കെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, അന്വേഷിപ്പീൻ കണ്ടെത്തും. നാം അറിയുന്ന മതസംവിധാനത്തിൽ നമുക്കല്പം പോലും ഇല്ലാത്ത സ്വാതന്ത്ര്യം അന്വേഷിപ്പാനുള്ള സ്വാതന്ത്ര്യമാണ്. വല്ലവരും പറയുന്നത് അതുപോലെ കേട്ട് വിഴുങ്ങി അത് ദഹിക്കാതെ ഉള്ളിൽ ചീഞ്ഞ് അളിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അത് ശരീരത്തിന് വെളിയിലോട്ട് പോകുന്നുമില്ല. ഈ വിമ്മിഷ്ടത്തിലാണ് നാമെല്ലാം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, അശ്ലീലം നൈസർഗികമായി തിരിച്ചറിയാവുന്ന മനുഷ്യന് ദൈവത്തെ നൈസർഗികമായി അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം എന്താണ്, മനുഷ്യ സ്വഭാവത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ട നാളുകൾ വൈകിയിരിക്കുന്നു. അത്രമാത്രം നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ എനിക്ക് അതീവമായ താല്പര്യമുണ്ട്. ദയവായി
നമുക്ക് മുൻവിധികളെ ഉപേക്ഷിച്ച് ദൈവം നൽകിയ സ്വാതന്ത്ര്യമനുസരിച്ച് അന്വേഷിക്കാം. അന്വേഷിച്ചാൽ സത്യം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. സത്യം കണ്ടെത്തുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷം, ഒരു ആഹ്ലാദം ഈ ലോകത്തിൽ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ അന്വേഷണ സംരംഭത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളേവരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്, എൻ്റെ കുടുംബമാണ് എന്നൊരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, നന്മ മാത്രമുണ്ടാകട്ടെ. ആമേൻ.